ഒന്നാമത് ജനാധിപത്യത്തിന്റെ ഭാഷ ഈ സർക്കാരിന് അറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനാധിപത്യത്തിന്റെ ഭാഷ മനസ്സിലാവാത്ത ഒരു സർക്കാരാണ് അത്. ആളുകൾ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ തലക്കടിച്ച് മാരകമായി ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന, പോലീസിനെ വിട്ട് മാരകമായ രീതിയിൽ ഉപദ്രവിക്കുന്ന, ഇപ്പൊ എറണാകുളം ആലപ്പുഴയിലെ മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ ശാരീരികമായി വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ സമരങ്ങളോടും, സമരങ്ങളുടെ വലിയ ചരിത്രം പേറുന്ന അല്ലെങ്കിൽ ചരിത്രമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സമരങ്ങളോട് കാണിക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധത, സമരങ്ങളോട് കാണിക്കുന്ന ഒരു മനുഷ്യത്വമില്ലായ്മയാണ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ജനകീയ സമരങ്ങളോട് ഉൾപ്പെടെ കഴിഞ്ഞ 9 വർഷമായി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോ ഒരു റിപ്പോർട്ടറോട് പറയുന്ന, താങ്കൾ ഇങ്ങനെ നിരന്തര അസംബന്ധം പറയുന്ന ഒരാളായി എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് തള്ളിവിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കാണുന്നത്. ചോദ്യങ്ങളോട് പോലും സഹിഷ്ണുതയില്ലാത്ത, ചോദ്യങ്ങളോട് കണക്ക് പുറത്ത് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന ലാഘവത്തോടുകൂടെ പത്രപ്രവർത്തനത്തെയും ജനാധിപത്യത്തെയും ഒക്കെ പുറത്താക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ഏകാധിപതിയായിട്ട് പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോയ ജോസഫ് എന്നുള്ള പേര്, കുന്നംകുളം എന്ന പേരില് കുന്നംകുളത്തിൽ സ്ഥാനാർത്ഥിയാവുന്നൊക്കെ പലരും പറയുന്നു. താങ്കൾ കേട്ടത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മീഡിയയിലും ഒക്കെ ആളുകള് താമസിച്ചിരുന്നത് ഞാനറിയാം. നമ്മളതിനെ പിന്നെ കുറച്ച് കാണുകയോ ഇതൊന്നല്ല. ഇതൊക്കെ ഒരു പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മൾ പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. കേരളത്തിലെ പൊളിറ്റിക്സിൽ സജീവമായി നിൽക്കുന്ന ആരെങ്കിലും നിങ്ങള് ഇത്തരത്തിലൊരു പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് ക്ഷണിക്കുമ്പോൾ മാറി നിൽക്കും എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. പ്രിയപ്പെട്ടവരെ, കേരളം വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ദിശയിലൂടെ കടന്നു പോവുകയാണ്. തൊട്ടടുത്ത വർഷങ്ങളിൽ കേരളത്തിൻ്റെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന 2 തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഈ അവസരത്തിൽ എന്നോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ ഊർജ്ജസ്വലയായ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി സോയ ജോസഫാണ്. ഹാർട്ടി വെൽക്കം മാം. മലപ്പുറത്താണ് ജനനം. മലപ്പുറത്ത് കരുവാരക്കുണ്ടെന്ന മലയോര ഗ്രാമത്തിൽ ജനനം. KSCയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PhD എടുത്തിരിക്കുന്നു. കെ സുധാകരൻ ഫയർ ബ്രാൻഡ്, അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നതിൽ താങ്കൾക്ക് വ്യക്തിപരമായി സങ്കടമുണ്ട്. അദ്ദേഹം എവിടെയാണ് പോയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എല്ലാ തരത്തിലും ഈ പാർട്ടിയോടൊപ്പം ഉണ്ട്, അതിന്റെ നേതൃത്വത്തിലുണ്ട്. ഏറ്റവും ആർജവത്തോടുകൂടെ, ആവേശത്തോടുകൂടെ പാർട്ടിയെ നയിക്കുന്ന ഒരാൾ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പം ഒരു പാർട്ടിയുടെ KPCC പ്രസിഡന്റ്, ഒരുപാട് KPCC പ്രസിഡന്റുമാരുണ്ടാകുന്നു. പലർക്കും പല കഴിവുകളാണ്. ശ്രീ കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ആർജവത്തോടുകൂടെ സംസാരിക്കുകയും വളരെ ആവേശത്തോടുകൂടെ അണികളെ നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായും എല്ലാ സമയത്തും അദ്ദേഹം പത്രക്കാർ തിരിച്ചും മറിച്ചും പല വിധത്തിലുള്ള ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, പിന്നെ കോൺഗ്രസിനൊപ്പം തന്നെയാണ്, കോൺഗ്രസിനോടൊപ്പം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ നേതൃത്വ നിരയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ ജില്ലകളിലും 4-ാം വാർഷികം എന്നുള്ളൊരു വൻ രീതിയിൽ പണം ചെലവഴിച്ചുള്ള സമ്മേളനം നടത്തുന്നത്. ഇങ്ങനെ എല്ലാ ജില്ലകളിലും പോയി സമ്മേളനം നടത്തിയൊരു ആർഭാടം നടത്തേണ്ട ആവശ്യമുണ്ടോ? അല്ല, എല്ലാ കാലത്തും കഴിഞ്ഞ 9 വർഷം കൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്താണ്, സർക്കാരിന്റെ ആവശ്യത്തിന് മാത്രം എങ്ങനെ ദൂർത്ത് നടത്താമെന്നും നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് എങ്ങനെയാണ് മുണ്ട് മുറുക്കി കൊടുക്കുക എന്നും. ഇത് രണ്ടുമാണ് പിണറായി വിജയൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. തീർച്ചയായും 15 കോടി രൂപയാണ് പിണറായി വിജയന്റെ പടം മാത്രം വെച്ച് ഫ്ലെക്സ് അടിക്കാൻ ഏജൻസിക്ക് കൊടുക്കുന്നത്. അതേസമയം ഇവിടെ ആശാവർക്കർമാർ സമരം ചെയ്യുന്നു, അംഗനവാടി ജീവനക്കാർ സമരം ചെയ്യുന്നു, ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആവശ്യപ്പെട്ട് ജനകീയമായിട്ടുള്ള പിന്നെ ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്നു. അതിനെയൊന്നും ഗൗനിക്കാതെ ഇതൊക്കെ നിൽക്കുമ്പോഴും അവർക്ക് ആവശ്യമുള്ള തരത്തിൽ PSC മെമ്പർമാരുടെ ശമ്പളം പരിഷ്കരിക്കാനും തീർച്ചയായും അതുപോലെ തന്നെ ഈ പറയുന്ന 4-ാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ, ഇപ്പൊ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. 1 കോടി 10 ലക്ഷം രൂപ മുടക്കിയ ബസ്സാണ്. ആ ബസ് എവിടെ എന്നുള്ള ചോദ്യം കൂടെ. കാരണം ആ ബസ്സിന്റെ പണം ഉണ്ടായിരുന്നെങ്കിൽ 6500 മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കാമായിരുന്നു. അപ്പോ ധൂർത്ത് എന്താണ് എന്നുള്ളതിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ചരിത്രം, പിണറായി വിജയന്റെ സർക്കാരിന്റെ ചരിത്രം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെയാണ് അടുത്ത നിയമസഭ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ എത്ര സീറ്റ് കിട്ടുന്നതാണ്? സീറ്റ് കിട്ടുന്നത് കൃത്യമായി കണക്കല്ല, എന്നാലും ഒരു പ്രതീക്ഷ. തീർച്ചയായും ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.
കാരണം ജനങ്ങൾ അത്രത്തോളം പൊറുതിമുട്ടിയാണ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ നിൽക്കുന്നത്. ഏറ്റവും സാധാരണക്കാരൻ ഫേസ്ബുക്കിലൊക്കെ 3 ലോഡിംഗ് അതൊക്കെ എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാനും PR വർക്ക് നടത്താനും ഒക്കെ ഒരു വളരെ വലിയ മികച്ച ടീം ശ്രദ്ധിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മളും നിരന്തരം കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനം പൊറുതിമുട്ടിയിട്ടുണ്ട്. അത്ര ഗതികെട്ടാണ് ജനം നിൽക്കുന്നത്. കാരണം ഇനി ഇപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വലിയ പ്രയാസമേറിയ ഘട്ടങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ നികുതി വർധന, അടിസ്ഥാന ഭൂനികുതി പോലും വർദ്ധിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവാണ്. വൈദ്യുതിക്കരം മാർച്ച് മുതൽ വീണ്ടും കൂടിയിരിക്കുന്നു. വെള്ളക്കരം ഉൾപ്പെടെ, പെർമിറ്റ് ഫീസ് ഉൾപ്പെടെ, രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ, ഇനി ഇതൊക്കെ ആളുകൾക്ക് കൊടുക്കേണ്ടതൊക്കെ മുടങ്ങിക്കിടക്കുകയും ആളുകളിൽ നിന്ന് കാരണം സ്കോളർഷിപ്പ് തുക മുടങ്ങിയിരിക്കുന്നു, മറ്റ് ചികിത്സാധന സഹായങ്ങൾ മുടങ്ങിയിരിക്കുന്നു, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു. ആളുകൾക്ക് കിട്ടേണ്ടതൊക്കെ മുടങ്ങിക്കിടക്കുകയും സർക്കാർ എന്താ പറയാ പലയിടത്തും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നെങ്കിലും ഒരു നമ്പർ മേഡത്തിൽ അത്തരത്തിലൊരു തീർച്ചയായും ഒരു പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു ഭൂരിപക്ഷത്തോടു കൂടെ കോൺഗ്രസിന് അധികാരത്തിൽ UDF അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്കൾ തൃശ്ശൂർ ജില്ലയിലാണ് താങ്കളും അധ്യാപികയായി ജോലി ചെയ്യുന്നത്. ഇതിൽ ഒരു കാലത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ കോട്ട തന്നെയായിരുന്നു തൃശ്ശൂർ, താങ്കൾക്കറിയാം. എന്നാൽ കഴിഞ്ഞ 2 ടൈമുകളായി കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു സീറ്റ് മാത്രമാണ് UDFന് നിയമസഭയിൽ. അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിനൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനുവേണ്ടി പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സംഘടനാപരമായിട്ടുള്ള കുറെ മുന്നേറ്റങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സംഘടനാപരമായി ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ കാണാതെ പോകണ്ട, യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ. കഴിഞ്ഞ അല്ലെങ്കിൽ മുൻപ് നാളിതുവരെ ഉണ്ടായിരുന്ന LDF അല്ലെങ്കിൽ UDF എന്നുള്ളതിനപ്പുറത്തേക്ക് BJP ഒരു കക്ഷിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വളർച്ച തീർച്ചയായും നമ്മൾ കാണാതെ പോകുന്നതിൽ അർത്ഥമില്ല. അതിന്റെ സഭാമണ്ഡലം ആദ്യമായി തീർച്ചയായും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അപ്പൊ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു നമ്പർ, കാരണം ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളൊരു രീതി പലപ്പോഴും കേരള പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. തിരിച്ചറിവ് നടത്തും 2026 തന്നെയാണോ താങ്കൾ? തീർച്ചയായും, കാരണം അതൊരു പ്രതീക്ഷ മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു മാറ്റത്തിലേക്ക് തന്നെയാണ് ജനം ആഗ്രഹിക്കുന്നത്. അത്തരമൊരു ട്രെൻഡിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം കോൺഗ്രസ് കൃത്യമായിട്ടുള്ള, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് കഠിനമേറിയ ഒരു പ്രയാസമേറിയ കാര്യം തന്നെയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്. ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു 5 കൊല്ലം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു 5 കൊല്ലം കൂടി മാറി നിൽക്കേണ്ടി വന്നു. അത് അങ്ങേറ്റം പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും അത്തരമൊരു അത് കോൺഗ്രസിന് മാത്രമല്ല നഷ്ടം സംഭവിപ്പിച്ചത്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത്. സ്വയം ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് ഏത് നേതാവിനെ കണ്ടിട്ടാണ്? അങ്ങനെ ഒരു ലീഡർ ഓറിയന്റഡ് ആയിട്ടൊന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളല്ല ഞാൻ. ലെഫ്റ്റിസ്റ്റുകൾ പറയുന്ന അത്തരത്തിലല്ലാത്തത് കൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലാകെ രാഷ്ട്രീയവുമായിട്ട് ഒരല്പം ബന്ധം ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛനായിരുന്നു. അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അല്ലെങ്കിൽ പോലും കോൺഗ്രസ് അനുഭാവം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള കുറെ കാര്യങ്ങളോടുള്ള കോൺഗ്രസിനോടുള്ള ഒരു അനുഭാവം എന്ന് പറയുന്നത്, കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയത്തോട്, കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ള വലിയ ഉത്തരവാദിത്തത്തിന്റെ ഒരു രാഷ്ട്രീയം എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായി എനിക്ക് എല്ലാ ഘട്ടത്തിലും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പോലും വേദികളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. കോൺഗ്രസ് എല്ലാ കാലത്തും ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധം, നമ്മളത് കാണാതെ പോകരുത്. ഇപ്പൊ ഇന്ന് 2014 നിന്നുകൊണ്ട് 2014 ശേഷം ഉണ്ടായ എന്തോന്നിന്റെ പേരാണ് ഇന്ത്യ എന്ന് BJP-ക്കാരും സംഘപരിവാരക്കാരും പറഞ്ഞു വെക്കുമ്പോൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ശേഷം ഉണ്ടായ ഒരു ഇന്ത്യയെ പറ്റി പറഞ്ഞു വെക്കുമ്പോൾ, ഈ രാജ്യത്ത് പിന്നെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണി യാഥാർത്ഥ്യമായിരുന്ന ഒരു കാലത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഭരണകൂടവുമായിരുന്നു എന്നുള്ളൊരു ബോധ്യം, ആ ബോധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടിട്ട് പെട്ടെന്ന് ചാടി രാഷ്ട്രീയത്തിലേക്ക് കയറി വന്നു നല്ലതാണ്? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്നെ സംബന്ധിച്ചില്ല. ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിലായിരുന്നു പഠിച്ചത്. അവിടുത്തെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു. ഞാൻ 2010 സ്വയം ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഔചിത്യമില്ലായ്മയുടെ പേരോ CPIM എന്ന്. നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മാം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അത്രയും CPM വിരുദ്ധയാണ്. CPM വിരുദ്ധത എന്ന് പറയുന്നത് തീർച്ചയായും കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു മികച്ച പ്രത്യയശാസ്ത്രമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ
ഇപ്പൊ ആധുനിക കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടംപററി കേരള പൊളിറ്റിക്സിൽ നിൽക്കുന്ന CPM എത്രത്തോളം ഇടതുപക്ഷ ആശയങ്ങൾ, ആരാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് ചോദിച്ചു വെക്കേണ്ട ഗതികേടിലാണ് പലപ്പോഴും നിൽക്കുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളുണ്ട്. അത് ഈ പറയുന്ന കേരളത്തിന്റെ പിന്നെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വയലൻസ് ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ CPM ഇടതുപക്ഷം ഈ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറെ ആശയങ്ങളുണ്ട്, നവോത്ഥാനപരമായിട്ടുള്ള ആശയങ്ങളുണ്ടാകാം. അതിനോടൊപ്പം തന്നെ ഇപ്പം പല കാര്യങ്ങളും, ഇപ്പം ഗുരുവായൂർ സത്യാഗ്രഹം മുതൽ പലപ്പോഴും അവർ ചെയ്യാത്തതിനെ കൂടെ അവർ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു, അവർ ഭാഗമല്ലാത്തതിനെ കൂടെ അവർ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഏറ്റെടുക്കുന്നു എന്ന ചോദ്യം വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശികൾ ഇപ്പം വലിയ സമ്മേളനങ്ങളൊക്കെ നടത്തി മോളിവുഡ് അതിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് പറയുന്നു. ശ്രീ MP രാഘവന്റെ കാലത്ത് അല്ലെങ്കിൽ MP രാഘവൻ അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പിന്നെ പദ്ധതിയുടെ തുടക്കം അവിടെ നിന്നാണ് വരുന്നത്. അത് പിന്നീട് K കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മന്ത്രിസഭകളിൽ ചർച്ചകളാവുകയും ഇതിലെന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ചെയ്തിട്ടുള്ള ഒരാള് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ ഫോർവേഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം, നമ്മുടെ എല്ലാവരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണ്, രാഷ്ട്രീയമായിട്ടുള്ള അന്ധതയുള്ള ആളുകളാണ്. പക്ഷേ അത്തരം ഒരു കാര്യത്തെ അപ്പാടെ തമസ്കരിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് മാത്രം കേരളത്തിൽ ഉണ്ടായി വന്നൊരു പ്രൊജക്റ്റ് ആണ് എന്നുള്ള പച്ചക്കള്ളം കേരളത്തിലെ CPM വിളിച്ചു പറയുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങൾ പോലും വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ CPM അത് ഇവർ പറഞ്ഞു വെക്കുന്നതിനൊരു ഓപ്പോസിറ്റ് നരേഷനും കൂടി ഉണ്ടായി. ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം തന്നെ അതിന്റെ ഉദാഹരണമാണ്. നിങ്ങളെ പോലെ അത് ചോദിക്കുന്ന സാധാരണ ജനങ്ങൾ, ഒരു കോമൺ പബ്ലിക് ഇവിടെ വളരെ കൂടുതലാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പം സോയ ജോസഫിന്റെ അടുത്ത് ഞാൻ എത്തുന്നത്, സോയ ജോസഫ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് നിന്ന് 2 കാര്യങ്ങളാണ്. സത്യസന്ധമായി പറയുന്നു, കഴിഞ്ഞ പൗരത്വ ഭേദഗതിക്കുള്ള പ്രതിഷേധങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ കേട്ടിട്ടുള്ള, കേരളത്തിൽ അങ്ങോളം ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ പ്രസംഗിച്ചൊരു വ്യക്തി, കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കുന്ന അപൂർവം വ്യക്തികളുള്ള ഒരാൾ. അതോടൊപ്പം തന്നെ ആ ചോദ്യം ഞാൻ മാഡത്തിനോട് ചോദിക്കുകയാണ്. വിവിധങ്ങളായ വേദികൾ, എനിക്ക് തോന്നുന്നു ചേർത്തലയിൽ നങ്ങേലിയുടെ, കേരളത്തിൻ്റെ ഇതിഹാസ നായികയായ നങ്ങേലിയുടെ ഒരു സ്റ്റേജിൽ ഞാൻ കണ്ടു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അഭിമാന നോവലിസ്റ്റായ എൻ്റെ നാട്ടുകാരിയായ കുരിയച്ചിറക്കാരിയായ സറ ജോസഫിൻ്റെ 50ാം എഴുത്ത് വർഷത്തിലും അവിടെയും അദ്ദേഹം കണ്ടു. അതോടൊപ്പം തന്നെ തൻ്റെ ജന്മനാടായ മലപ്പുറത്തെ ഒരു സമുദായ നേതാവ് അപമാനിച്ചപ്പോൾ അതിനെതിരെ വളരെ വൈകാരികമായി പ്രതികരിച്ചിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വിഭിന്നങ്ങളായ വേദികൾ എങ്ങനെ സാധിക്കുന്നു? മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് നിലപാടുകളാണ്. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിലൊന്നു മാത്രമാണ്. ഒരു മനുഷ്യനിങ്ങനെ ഒരു നിലച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കെട്ടി നിൽക്കുന്ന ഒരു കുളം ഒന്നും അല്ലല്ലോ. പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. നമ്മൾ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ സോയ ജോസഫ് എന്ന് പറയുന്ന ആളുടെ ഒരു ആസ്പെക്ട് മാത്രമാണ്. നമ്മൾ സ്ത്രീപക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ ദളിത് പക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യരാണ്, ന്യൂനപക്ഷ മഹാസഭയുടെ പിന്നെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വേദിയായിരുന്നു. എങ്ങനെയാണ്, കാരണം ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. അപ്പം ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും ഒക്കെ ദളിതരായ മനുഷ്യർ, അധികവൽക്കരിക്കപ്പെട്ട മനുഷ്യർ മുന്നോട്ട് വരുന്നതിന്റെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന പല കാലത്തും പിന്തള്ളപ്പെട്ടിരുന്ന മനുഷ്യർ ഉയർന്നു വരുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതില്ലേ? അപ്പം രാഷ്ട്രീയം അതൊക്കെ കൂടിയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പിന്നെ ജാഥ വിളിക്കുകയും കൊടി വിളിക്കുകയും ജനാധിപത്യത്തിന്റെ പാർലമെന്റ്, വ്യത്യസ്തമായ പ്രദേശങ്ങളെ ഗ്രാമാന്തരങ്ങളിൽ എനിക്ക് തോന്നുന്നു ഗാന്ധി കുടുംബ സംഗമങ്ങൾ ചില വലിയ വേദികളായിരിക്കാം. ഏറ്റവും കൂടുതൽ അതിനുള്ള വേദികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നുന്നത് താങ്കൾ അതിലൊരാളായിരിക്കാം. വളർന്നു വരുന്ന നേതാക്കന്മാരൊക്കെ കുറച്ച് നാളിങ്ങനെ വേദികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിർത്തും. ഇനി എന്തുകൊണ്ട് ഇനി ഇവിടെ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാശും കിട്ടില്ല, അവിടെ പോയി വലിയ വേഷൻസില്ല, ഒരു ഇലക്ട്രൽ ഗെയിംസ് ഉണ്ട്. എല്ലാ പാർട്ടികളിലും അങ്ങനെയൊക്കെ തന്നെയാണ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ കൂടുതലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെയുള്ള വേദികളിൽ വീണ്ടും എന്താ പറയുക, ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ
വളരെ ഊർജ്ജസ്വലമായി അത്രയും ആവേശത്തോടെ പ്രസംഗിക്കുന്നു. മനുഷ്യരോട് സംസാരിക്കുക എന്നുള്ളത് വളരെ എനർജി തരും. നമ്മളെ കേൾക്കാൻ വരുന്ന 5 ആളാണെങ്കിലും 10 ആളാണെങ്കിലും ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ കണ്ണൂരായിരുന്നു. കണ്ണൂര് കുത്തുപറമ്പ് കണ്ണൂർ എന്നൊക്കെ പറയുന്നത് CPM ശക്തി കേന്ദ്രം. അവിടുത്തെ ഒരു എന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെ പറ്റിയാണ്. ഒരു 10-600 പേരുള്ള ഒരു കുടുംബയോഗം, ഒരു വാർഡിലെ കുടുംബയോഗമാണ്. അപ്പൊ ഒരു വാർഡിലെ കുടുംബയോഗത്തിന് 10-600 മനുഷ്യർ വന്ന് നമ്മളെ കേൾക്കാൻ ഇവിടെ ഇരിക്കുമ്പോ തീർച്ചയായും നമുക്ക് സഞ്ചരിച്ചേ പറ്റൂ. മനുഷ്യർ നമ്മളെ ഗാന്ധി എന്താണ്, ഗാന്ധി ഇന്ത്യയിൽ എന്തായിരുന്നു, കോൺഗ്രസ് എന്തായിരുന്നു, കോൺഗ്രസിന്റെ സർക്കാരുകൾ ചെയ്തത് എന്തായിരുന്നു എന്നുള്ളത് മനുഷ്യരോട് പറയണ്ടേ. രാജ്യത്തിന്റെ ചരിത്രം പറയാത്തടത്ത് നിന്നാണ് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ആളുകൾ രാജ്യം ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത്. അപ്പൊ അത്തരം ഒരു രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് നിരന്തരം ഒട്ടും മടുപ്പ് തോന്നാറില്ല. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം, സത്യം പറയാം കേട്ടോ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തൊട്ടടുത്ത വർഷങ്ങൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അതികളെ കുറിച്ചൊക്കെ സംസാരിക്കും. പലപ്പോഴും അങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞൊക്കെയാണ് ഓരോ സ്ഥാനാർത്ഥികളൊക്കെ വരാറുള്ളത്. എൻ്റെ നാട്ടിലെ അങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ ഈ സോയാ ജോസഫ് എന്നുള്ള പേര്, കുന്നംകുളം എന്ന പേരില് കുന്നംകുളത്തിൽ സ്ഥാനാർത്ഥിയാവുന്നൊക്കെ പലരും പറയുന്നു. താങ്കൾ കേട്ടത്? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മീഡിയയിലും ഒക്കെ ആളുകൾ താമസിച്ചിരുന്നത് കുറച്ച് കാണുകയോ ഒന്നല്ല. ഇതൊക്കെ ഒരു ആത്യന്തികമായി പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മൾ പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. കേരളത്തിലെ പൊളിറ്റിക്സിൽ സജീവമായി നിൽക്കുന്ന ആരെങ്കിലും നിങ്ങള് ഇത്തരത്തിലൊരു പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് ക്ഷണിക്കുമ്പോൾ മാറി നിൽക്കും എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അത്തരത്തിൽ ഇതൊക്കെ തീരുമാനങ്ങൾ. നമ്മൾ സജീവമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഏറ്റവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഞാൻ കുന്നംകുളത്തുകാരിയാണ്. ഞാൻ 10 വർഷമായിട്ടാണ് 10 വർഷം കുന്നംകുളത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ അർഹയായൊരു വനിതയെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട്, അതുപോലുള്ള നമ്മൾ കാണാത്ത പല വനിതാ വിരുദ്ധ പ്രവർത്തനങ്ങൾ CPM ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളതൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒരു കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ ആശാവർക്കർമാരുടെ സമരത്തോട് പോലും CPM കാണിക്കുന്ന ഒരു നിഷേധാത്മക സ്വഭാവം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു വനിതകളുടെ സമരമല്ല അതെന്ന് ചിന്തിക്കുക. പുരുഷന്മാരുടെ ഒരു കൂട്ടമാണ് എങ്കിൽ വേറൊരു തരത്തിലാണ് ഈ രാഷ്ട്രീയ നേതൃത്വം അതിനോട് പ്രതികരിക്കുക. കാരണം അവര് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യരോട് കാണിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഒരുപാട് സ്ത്രീകളെ KK രമ ഉൾപ്പെടെ കുറെ സ്ത്രീകളെ, സിദ്ധാർത്ഥ രമ ഉൾപ്പെടെ ഇവരൊക്കെ ഈ സർക്കാരിന് കീഴിൽ പലതരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളാണ്. അപ്പൊ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, സാമൂഹികമായും സാംസ്കാരികമായിട്ടും കൃത്യമായിട്ടുള്ള സ്ത്രീ വിരുദ്ധത എല്ലാ തലത്തിലും കാണിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് CPM എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കോൺഗ്രസ് വളരെ എനർജറ്റിക് ആയിട്ട് മുന്നേറുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി. കഴിഞ്ഞ കാലം നിങ്ങൾ എനിക്ക് തോന്നുന്നു ന്യൂ ടീം കുറെ കൂടെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള. അപ്പൊ അത്തരം ഒരു ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഏറ്റവും നല്ലൊരു കാര്യമായി നമ്മൾ ചിന്തിക്കുന്നു. എല്ലാ തരത്തിലും അത് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമല്ല, പ്രത്യയശാസ്ത്രമായിട്ടുള്ള വിഷയങ്ങൾ പോലും ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കണം എന്നുള്ള പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. അപ്പോൾ അത് സാമൂഹികവും സാംസ്കാരികവും പൊളിറ്റിക്കലായിട്ട് മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിൽ പോലും വളരെ സജീവമായി യൂത്ത് കോൺഗ്രസ് ഇടപെട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സമരങ്ങളെ അടിച്ചമർത്തുന്ന ഒരു പ്രവർത്തനം കുറെ നാളായി ഇടതുപക്ഷം ചെയ്യുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ ഭാഷ മനസ്സിലാവാത്ത ഒരു സർക്കാരാണ് അത്. ആളുകൾ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ തലക്കടിച്ച് മാരകമായി ചെടി കൊണ്ട് തലക്കടിക്കുന്ന, പോലീസിനെ വിട്ട് മാരകമായ രീതിയിൽ ഉപദ്രവിക്കുന്ന, ഇപ്പൊ എറണാകുളം ആലപ്പുഴയിലെ മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ ശാരീരികമായി വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ സമരങ്ങളുടെ വലിയ ചരിത്രം പേറുന്ന, അല്ലെങ്കിൽ ചരിത്രമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സമരങ്ങളോട് കാണിക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധത, സമരങ്ങളോട് കാണിക്കുന്ന ഒരു മനുഷ്യത്വമില്ലായ്മയാണ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ജനകീയ സമരങ്ങളോട് ഉൾപ്പെടെ കഴിഞ്ഞ 9 വർഷമായി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ മാസപ്പടി കേസ്, മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ പ്രതി ചേർക്കാമെന്ന് SFIO കൃത്യമായി അവർ പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഓരോ മണിക്കൂറിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവരെ ന്യായീകരിക്കുന്നല്ല, അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാനോ അതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് നിരത്താനോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി അപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോ ഒരു റിപ്പോർട്ടറോട് പറയുന്നത് താങ്കൾ ഇങ്ങനെ നിരന്തര അസംബന്ധം പറയുന്ന ഒരാളായി എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് തള്ളിവിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കാണുന്നത്. ചോദ്യങ്ങളോട് പോലും സഹിഷ്ണുതയില്ലാത്ത, ചോദ്യങ്ങളോട് കണക്ക് പുറത്ത് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന ലാഘവത്തോടുകൂടെ പത്രപ്രവർത്തനത്തെയും ജനാധിപത്യത്തെയും ഒക്കെ പുറത്താക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ഏകാധിപതിയായിട്ട് പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇടതുപക്ഷം എന്നല്ല പറയുന്നത്, വീണ്ടും പിണറായി എന്നാണ് ഇടതുപക്ഷത്തിന്റെ മോഡിയുടെ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത്തരത്തിൽ ഇതൊരു ബിംബവൽക്കരിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്, ഒരു പിണറായിസം. ഓക്കെ മാഡം, താങ്ക് യു. അതോടൊപ്പം തന്നെ കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങൾ. ഇംഗ്ലീഷ് സാഹിത്യം ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുത്തതാണോ അതോ ആക്സിഡന്റലി വന്ന് പെട്ടതാണോ? മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ മികച്ച വിദ്യാർത്ഥി സയൻസിലേക്ക് അതുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. എനിക്ക് പിന്നെ കുട്ടികളായിരുന്നു. എനിക്കൊരു സഹോദരി ഉണ്ട്, സ്കൂൾ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ചേച്ചി പിന്നെ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ അതൊരു കുഗ്രാമമാണ്. അവിടെ ഇങ്ങനെ ജീവിതത്തിന്റെ വലിയ സാധ്യതകളെ പറ്റി ഒന്നും പറയാനോ അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ സാധ്യതകളെ പറ്റി പരിചയപ്പെടുത്താനൊന്നും അത്തരത്തിൽ ചിന്തിക്കാനുള്ള ധാരണയൊന്നും ഒരുപക്ഷെ ഒരു റെഗുലർ കോളേജിൽ പോയി പഠിക്കാൻ സാധാരണ കുടിയേറ്റ കർഷകരാണ്. അപ്പം അത്തരത്തിലൊരു കാര്യത്തെ പോയി പഠിക്കാനുള്ള പിന്നെ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു തരാനുള്ള സാങ്കേതികമായിട്ടുള്ള ധാരണ അപ്പൊ ഒരാൾ എന്ത് പഠിക്കുന്നു ചിലപ്പോൾ അത്. പ്രിയങ്ക ഗാന്ധിക്ക് അവരൊക്കെ സംസാരിക്കാറുണ്ടോ മാഡം? ഞാൻ ഒരിക്കൽ രാഹുൽ ഗാന്ധിയെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു വേദിയില്. എവിടെയായിരുന്നു മാഡം? എറണാകുളത്ത്. മല്ലികാർജുൻ ഖാർഗെജി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സോയോട് വിചാരിച്ചതിലും കൂടുതൽ നേരം ഞാൻ സംസാരിച്ചു, 1 മണിക്കൂറോളം സംസാരിച്ചു. ഇതുപോലുള്ള നിലപാടും നീതിബോധവും ഉള്ള വനിതകളെയാണ് നമുക്ക് നിയമസഭയിൽ വേണ്ടത്. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും എനിക്ക് വേണ്ടി സംസാരിച്ചതിന് ഒരുപാട് നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാം.